ചെറുതെങ്കിലും മനോഹരമായ ദ്വീപാണ് ബാലി. ശില്പകല, വാസ്തു, നിർമ്മാണ വിദ്യ, കലാരൂപങ്ങൾ എന്നിവയിലെല്ലാം തനിമയും പാരമ്പര്യവും നിലനിർത്തുന്ന ഇടം. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് രാഷ്ട്രമായ ഇന്തോനേഷ്യയിലെ 17,000-ഓളം ചെറു ദ്വീപുകളിലൊന്നാണ് ദൈവങ്ങളുടെ ദ്വീപ് എന്നറിയപ്പെടുന്ന ബാലി. വായിച്ചും കേട്ടും നമ്മൾ അറിഞ്ഞതിനേക്കാൾ എത്രയോ നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ച ഒരിടം കൂടിയാണ് ഇവിടം. നൂറ്റാണ്ടുകളായി തലമുറകളിലേക്ക് പകർന്നു കൈമാറി വരുന്ന വിചിത്ര ആചാരങ്ങളും വിശ്വാസങ്ങളുമെല്ലാം ഏറെ കൗതുകകരമാണ്. അധികം ടൂറിസ്റ്റുകൾ ഒന്നും വന്നെത്തിയിട്ടില്ലാത്തതും രഹസ്യങ്ങൾ ഉറങ്ങുന്നതുമായ നിരവധി ഉൾപ്രദേശങ്ങൾ ഇവിടെയുണ്ട്. ബാലിയുടെ മധ്യഭാഗത്തായി ബാത്തൂർ, കാൽഡറ തടാകങ്ങളുടെ അരികിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമുണ്ട്. ട്രൂൻയാൻ എന്നാണ് ഇതിന് പേര്. ബാലിയിലെ തദ്ദേശീയ വിഭാഗങ്ങളിൽ ഒന്നായ ആഗ ഗോത്ര ജനതയാണ് ഇവിടെ വസിക്കുന്നത്. മരിച്ചുപോയ ആളുകളെ സംസ്കരിക്കുന്ന രീതി കൊണ്ടാണ് ഇവിടം ലോക ശ്രദ്ധ നേടിയത്. അവിടെ നാട്ടുകാർ മരിച്ചവരെ സംസ്കരിക്കുകയോ ദഹിപ്പിക്കുകയോ ചെയ്യില്ല. മറിച്ച് തരുമിനിയൻ മരത്തിനടിയിൽ മുളങ്കൂണിൽ അഴുകാൻ വിടുന്നു. അസ്ഥികൂടം നിലനിൽക്കുന്നതുവരെ പ്രകൃതി ശരീരം ദഹിപ്പിക്കാൻ അനുവദിക്കുന്നു. മരിച്ചവരുടെ ഈ അസ്ഥികൂടങ്ങളും തലയോട്ടികളും പിന്നീട് ഒരു ബലിപീഠത്തിൽ സ്ഥാപിക്കുന്നു. ബോട്ടിൽ മാത്രമേ ട്രൂണിയൻ സെമിത്തേരിയിൽ എത്തിച്ചേരാൻ കഴിയൂ. ശവശരീരങ്ങൾ തുണിയും മുളയും കൊണ്ട് പൊതിഞ്ഞ് പൊതുസ്ഥലത്ത് വെറും മണ്ണിൽ വിഘടിക്കാനായി വെക്കാൻ ഇവർക്കൊരു വിശുദ്ധ വൃക്ഷമുണ്ട്. അതിൻ്റെ ചുവട്ടിലാണ് ശവങ്ങൾ കൊണ്ട് വെക്കുന്നത്. ഇത് മാന്ത്രിക കഴിവുകളുള്ള ഒരു മരമാണെന്നും അതുകൊണ്ട് തന്നെ ശവശരീരങ്ങൾ ചീഞ്ഞ് മണം പരക്കുന്നത് തടയാൻ ഈ മരത്തിന് കഴിവുണ്ടെന്നും അവർ വിശ്വസിക്കുന്നു. പുരാതനമായ ഒരു ആൽമരമാണ് ഇത്. സുഗന്ധം പരത്തുന്ന മരം എന്ന അർത്ഥത്തിൽ താരു മെന്യാൻ എന്നാണ് അവർ ഇതിനെ വിളിക്കുന്നത്. ചീഞ്ഞ മൃതശരീരങ്ങളുടെ ഗന്ധത്തെ നിർവീര്യമാക്കുന്ന ഒരു സുഗന്ധം മരം പുറപ്പെടുവിക്കുന്നു എന്ന് പറയപ്പെടുന്നു. മൃതദേഹം പൂർണ്ണമായും അഴുകിയാൽ തലയോട്ടി ബഞ്ചർ കുബാനിൽ നിന്ന് 500 മീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന ഗോവണി ആകൃതിയിലുള്ള ബലിപീഠത്തിൽ തലയോട്ടി കൊണ്ടുപോയി സമർപ്പിക്കും. ബോട്ടിൽ മാത്രം എത്തിച്ചേരാവുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് ഇത്. വിവാഹിതരായ ആളുകളുടെ മൃതദേഹങ്ങൾ മാത്രമേ ഇതുപോലെ പരിചരിക്കുകയുള്ളൂ. മരിച്ചയാൾ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ മൃതദേഹം ഒരു സെമിത്തേരിയിൽ അടക്കം ചെയ്യും. പുരാതന ബാലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 6 മത ആത്മീയ വിഭാഗങ്ങളിലൊന്നായ അഗാമ ബായു വിഭാഗത്തിന്റെ കാലത്തോളം പഴക്കമുണ്ട് ഈ ആചാരത്തിന്. നക്ഷത്രങ്ങളെയും കാറ്റിനെയും ആരാധിച്ച വിഭാഗമായിരുന്നു ഇവർ. നവീന ശിലായുഗത്തിലായിരുന്നു ഈ വിഭാഗം ജീവിച്ചിരുന്നത്. അവരാണ് ഈ ആചാരം തുടങ്ങിവെച്ചത് എന്ന് കരുതുന്നു. അനവധി വിചിത്രമായ വിശ്വാസങ്ങളും ഈ ഒരു പ്രദേശവുമായി ഇഴചേർന്ന് കിടക്കുന്നു. രതുഗഡെ പാൻസറിംഗ് ജഗത് എന്നാണ് ഇവിടത്തുകാർ ആരാധിക്കുന്ന പ്രാദേശിക ദൈവത്തിന്റെ പേര്. നാട്ടുകാർ ഈ ദൈവത്തെ ബട്ടാര ഡാ ഡോണ്ട എന്നും വിളിക്കുന്നു. 4 മീറ്റർ ഉയരമുള്ള ബട്ടാര ഡാ ഡോണ്ടയുടെ നിയോലിത്തിക് പ്രതിമയെ അവർ ആരാധിക്കുന്നു. ഒരു ഭൂഗർഭ അറയിലാണ് ഈ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് മഴവെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കുകയും പൂക്കൾ സമർപ്പിക്കുകയും പ്രത്യേക എണ്ണ ഉപയോഗിച്ച് അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു. AD 911 മുതലുള്ള ഒരു പുരാതന വെങ്കല ശിലയിൽ പറഞ്ഞിട്ടുള്ള രീതികൾ അടിസ്ഥാനമാക്കിയാണ് ഇവിടുത്തെ ആരാധനാ രീതി. ബറ്റൂർ അഗ്നിപർവ്വതത്തിലെ കാൽഡറയുടെ 2ാമത്തെ ഉയർന്ന സ്ഥലമായ പെനിസുലാൻ പർവ്വതത്തിൽ ഒരു നിയോലിത്തിക് പിരമിഡിന്റെ രൂപത്തിൽ നിർമ്മിച്ച പുരാതെഗെ കൊരിപ്പാൻ എന്ന ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെത്തിയതായിരുന്നു ഈ ഒരു ശില. എല്ലാ വർഷവും ഒക്ടോബറിൽ പൗർണമി ദിനത്തിൽ നടക്കുന്ന ബ്രൂട്ടുക് ഉത്സവത്തിനിടെ വർഷത്തിലൊരിക്കൽ ബട്ടാരെ ഡോ ഡോണ്ടയുടെ പ്രതിമ പുറത്തെടുക്കുന്നു. ഈ സമയത്ത് വിചിത്രമായ ആചാരങ്ങൾ നേരിട്ട് കാണാം. കിന്തമണിയിലെ കെഡിസൺ ഹാർബറിൽ നിന്നും
ബത്തൂർ തടാകത്തിലൂടെ ഒരു സ്പീഡ് ബോട്ടിൽ 15 മിനിറ്റ് യാത്ര ചെയ്താണ് ഇവിടെ എത്തിച്ചേരുന്നത്. ബാലിയിലെ ഗുനുങ് ബത്തൂരിന്റെ പടിഞ്ഞാറേ അറ്റത്തുള്ള അതിസുന്ദരമായ ഒരു ഗ്രാമമാണ് കിന്തമണി. ഇന്തോനേഷ്യയിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നായ ഇവിടവും എല്ലാ വർഷവും ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു.